വിമാനം റൺവേയിലെത്തുന്ന സമയത്താണ് പുകഗന്ധം ഉണ്ടാവുകയും യാത്രക്കാർ പരിഭ്രാന്തരായിട്ട് അലാറം മുഴക്കുകയും ചെയ്തത്. തുടർന്നാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് പകരം അവിടെ തന്നെ നിർത്തുകയും ചെയ്തത്. രാവിലെ 8:30 പുറപ്പെടേണ്ട തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമായിരുന്നു IX 549. ഈ വിമാനം ആദ്യമേ തന്നെ 2 മണിക്കൂറോളം വൈകി. തുടർന്ന് 10 മണിക്ക് ശേഷമാണ് വിമാനം റൺവേയിലേക്ക് എത്തിയത്. ഈ സമയത്താണ് ഇത്തരത്തിൽ പുകഗന്ധം ഉണ്ടാവുകയും യാത്രക്കാർ അലാറം മുഴക്കുകയും ചെയ്തത്. 142 യാത്രക്കാരും 6 ക്രൂവുമായിരുന്നു വിമാനത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ വിമാനത്തിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് അപ്പോൾ തന്നെ മാറ്റി. എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരും വിമാനത്താവള ടെക്നിക്കൽ അംഗങ്ങളും ഇപ്പോൾ വിമാനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിമാനത്തെ എയർപോർട്ടിലെ സുരക്ഷിതമായിട്ടുള്ള ബേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. യാത്രക്കാർക്ക് വേണ്ടി മറ്റൊരു വിമാനം ഉടൻ തന്നെ ഒരുക്കി ഇവരെ മസ്കറ്റിലേക്ക് കൊണ്ടുപോകുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ തന്നെ ഈ സംഭവത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ക്യാമറ പേഴ്സൺ S. സനോഷിനോടൊപ്പം RB സനു, മീഡിയ 1.